കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. ഇവിടെ പാട്ട് കേട്ടിട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ എവിടെ ഈ പാട്ട് കേൾക്കുന്നതെന്ന് സുധീഷ് രൂപേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രൂപേഷ് നോക്കിയിട്ട് പറയാണ്, സുനന്ദേച്ചിയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. അപ്പോൾ സുധീഷ് പറയാണ്, ഓ അവിടെ നിശ്ചയമല്ലേ, നമ്മൾ കേൾക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇത്ര ഉറക്കം പാട്ടിട്ടേക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിധി അങ്ങോട്ട് വരികയാണ്. എന്താ ഇത്ര ഒച്ചത്തിൽ പാട്ട് കേൾക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം സുധീഷ് പറയാണ്, അത് സുനന്ദയുടെ വീട്ടിൽ നിന്ന് നിശ്ചയമല്ലേ ഇന്ന്, നമ്മൾ കേൾക്കാൻ വേണ്ടി അവർ ഉറക്കെ പാട്ടിട്ടേക്കുവാണെന്ന് പറയാണ്. അങ്ങനെ നിധി നേരെ കിച്ചണിലോട്ട് പോയി അവിടെ എല്ലാം നോക്കുമ്പോൾ സുഭാഷിനെ കാണില്ല. തിരിച്ചു വന്നിട്ട് പറയാണ്, സുഭാഷ് ഏട്ടൻ എന്ത് ചെയ്യേ? അപ്പോൾ രൂപേഷ് ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ടൻ അവിടെ ഇല്ലയോ? ഇല്ല. അങ്ങനെ നിധി അന്വേഷിച്ച് പുറത്ത് പോകുമ്പോഴത്തേക്ക് സുഭാഷ് അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. സങ്കടത്തോടെ ഇങ്ങനെ സുനന്ദയെക്കുറിച്ച് ആലോചിക്കുകയാണ്. സുനന്ദ അന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യവും അതുപോലെ ഒരു ദിവസം വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്ത കാര്യം ഇങ്ങനെ വിഷമത്തോടെ ഇങ്ങനെ സങ്കടത്തോടെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. നിധി വന്നിട്ട് ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? വെറുതെ ഇരുതയാന്ന് പറയാണ്. അത് എന്റെയുടെ നിശ്ചയല്ലേ, അതിൻ്റെ പാട്ടാ കേൾക്കുന്നതെന്ന് നിധിയാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് പറയാണ്. സുഭാഷ് പറയാണ്, നിശ്ചയമല്ലേ, എല്ലാം നന്നായിട്ട് നടക്കട്ടെ എന്ന് സുഭാഷും പറയുന്നുണ്ട്. സുഭാഷ് പറയാണ്, രാവിലത്തേക്കൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ നിധി പറയാണ്, അത് കുഴപ്പമില്ല, സുഭാഷ് ഏട്ടൻ ഇവിടെ ഇരുന്നോന്നും പറഞ്ഞിട്ട് നിധി അങ്ങ് പോവുകയാണ്. സുഭാഷ് വീണ്ടും സുനന്ദയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിധി അകത്തോട്ട് ചെന്ന് എല്ലായിടത്തും പറയുകയാണ്, സുഭാഷ് ഏട്ടൻ സുനന്ദയുടെ നിശ്ചയല്ലേ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. എന്തായാലും സുഭാഷ് ഏട്ടനെ ഇന്ന് കിച്ചണിൽ കയറ്റണ്ട, നമുക്കെല്ലാവർക്കും കൂടെ കയറി എല്ലാം ഒന്ന് വെച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം രൂപേഷ് പറയാണ്, അതാ നല്ലത്, നമുക്കെല്ലാവർക്കും കൂടെ കയറി എന്തെങ്കിലും ഉണ്ടാക്കാം, എന്നും സുഭാഷ് ഏട്ടനല്ലേ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്, ഇന്ന് സുഭാഷ് ഏട്ടന് വേണ്ടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം എന്നും പറഞ്ഞ് അവർ നാലുപേരും കൂടെ കിച്ചണിൽ കയറി ഓരോന്ന് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ സുഭാഷ് അങ്ങോട്ട് വരികയാണ്. സുഭാഷ് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കണം, ഇതെന്താ എല്ലാവരും അടുക്കളയിലുണ്ടല്ലോ, എന്താ മോളെ, എന്താ എന്ത് വെക്കാനാണ് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നിധി പറയാണ്, സുഭാഷ് ഏട്ടൻ ഇന്ന് അടുക്കളയിൽ കയറണ്ട, ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഇന്നത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, സുഭാഷ് ഏട്ടൻ ഇന്ന് റെസ്റ്റ്, സുഭാഷ് ഏട്ടൻ അവിടെ പോയിരുന്നോ, അവിടെ പോയി റെസ്റ്റ് എടുത്തോളാം പറയാണ്. അപ്പോൾ രൂപേഷ് പറയാണ്, അത് തന്നെ, എന്ന് സുഭാഷ് ഏട്ടനല്ലേ ഞങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നത്, ഇത് ഞങ്ങൾ സുഭാഷ് ഏട്ടന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് പറയാണ്. അത് വേണമെന്ന് സുഭാഷ് ചോദിക്കണം, നിങ്ങളവിടെ പോയിരുന്നോ, ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. വേണ്ടത് സുഭാഷ് ഏട്ടൻ, ഞങ്ങൾ ചെയ്യാം എന്ന് ഹരീഷും പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷിനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അവർ നാലുപേരും കൂടെ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കുവാണ്. നിധി പറയാണ്, നമുക്ക് ഇങ്ങനെ ചെറിയ സെറ്റപ്പിലൊന്നും പോരാ, നല്ല രീതിയിൽ പുറത്ത് അടുപ്പൊക്കെ കൂട്ടി നമുക്ക് വലിയ രീതിയിലൊക്കെ ഒരു പരിപാടി പോലെയൊക്കെ അങ്ങ് ചെയ്താലോ എന്ന് പറയണം. അപ്പോൾ രൂപേഷ് പറയണം, അത് ശരിയാണ്, അവരെ വീട്ടിൽ മാത്രം ആഘോഷമാക്കണ്ട, നമുക്ക് ഇരിക്കട്ടെ ഒരു ആഘോഷമെന്ന് പറയുകയാണ് രൂപേഷ്. അവർ പുറത്ത് ഫുഡൊക്കെ വെച്ച് പച്ചക്കറിയൊക്കെ പുറത്ത് കൊണ്ടുവരിഞ്ഞ് അവർ നല്ല രീതിയിൽ ഭയങ്കര സന്തോഷത്തോടെ ഫുഡൊക്കെ ഉണ്ടാക്കുവാണ്. പക്ഷേ സുഭാഷിൻ്റെ മനസ്സിൽ അപ്പോഴും സങ്കടങ്ങൾ തന്നെയാണ്. സുധീഷാണെങ്കിൽ ഇവരെ കൂട്ടത്തിലുണ്ടെങ്കിലും ജോലിയൊന്നും ചെയ്യാൻ മടിയെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിടക്കുകയാണ്. അങ്ങനെ ഇവർ ഹരീഷും നിധിയും രൂപേഷെല്ലാം കൊണ്ട് ജോലി ചെയ്യുമ്പോൾ സുധീഷാണെങ്കിൽ പുറത്ത് പോയിട്ട് വരികയാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യണം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടാണ് ഈ മുങ്ങുന്നത് എന്ന് പറയണം. അപ്പോൾ സുധീഷ് പറയാണ്, ഞാൻ പുറത്തേക്ക് പോയത്, അതുകൊണ്ടൊരു കാര്യം കിട്ടി. അങ്ങനെ ഫോണിലെ ഫോട്ടോ കാണിക്കുകയാണ്. ഇതാണ് സുനന്ദയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കൻ എന്ന് പറയാണ്. ആ സമയത്താണ് സുഭാഷ് അകത്തുനിന്ന് ഇങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അപ്പോഴത്തേക്ക് സുധീഷ് പറയുന്നുണ്ട്, നമ്മുടെ സുഭാഷ് ഏട്ടനാ നല്ലതെന്ന്. അപ്പോഴത്തേക്ക് സുഭാഷ് അങ്ങോട്ട് വന്ന് ആ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും, ഇതൊക്കെ നല്ലൊരു ചെറുക്കനെ സുനന്ദയ്ക്ക് കിട്ടിയതിനും ഒരു സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇത് കേൾക്കുന്ന അവിടെ ഇരിക്കുന്നവർക്കും എല്ലാം വിഷമമാകുന്നുണ്ട്. അത്രയും പറഞ്ഞിട്ട് സുഭാഷ് അങ്ങ് കയറിപ്പോവാണ്. അപ്പം രൂപേഷ് പറയാണ്, സുനന്ദയുടെ വിവാഹം നിശ്ചയം നടക്കുന്നതുകൊണ്ട് നമ്മുടെ സുഭാഷ് ഏട്ടന് നല്ല വിഷമമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ സുധീഷ് പറയാണ്, അത് കാരണം സുഭാഷ് ഏട്ടന് സുനന്ദയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇത് സുഭാഷ് ഏട്ടൻ തന്നെ പറഞ്ഞതാണെന്ന് സുധീഷ് പറയുക. ഹരീഷ് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയാണ്, ഞാൻ പറഞ്ഞതല്ല, ഇന്നലെ കള്ളു കുടിച്ചെന്നും പറഞ്ഞ് പച്ചവെള്ളം കോരി കുടിച്ചപ്പോൾ ഈ സത്യങ്ങളൊക്കെ സുഭാഷ് ഏട്ടൻ തന്നെയാണ് പുറത്ത് കൊണ്ടുവന്നതെന്ന് പറയാണ്. അകത്ത് പോയിരുന്ന സുഭാഷ് ഇങ്ങനെ ജെല്ലയക്കട ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് സങ്കടത്തോടെ. സുനന്ദയുടെ വിവാഹം നിശ്ചയമാണല്ലോ, അതോർത്ത് ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുകയാണ്.